ഒരാൾക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമാണോ അതോ വെറുമൊരു സൗഹൃദം മാത്രമാണോ മനസ്സില്? ആ ഒരു കൺഫ്യൂഷൻ അത് നമ്മളെ വല്ലാതെ കുഴപ്പിക്കാറുണ്ട് അല്ലേ? ഇനി ഇതറിയാൻ വേണ്ടി നേരിട്ട് പോയി ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരാളെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 8 സൈക്കോളജിക്കൽ സൂചനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ വലിയ ചോദ്യം. വെറും ഫ്രണ്ട്ഷിപ്പാണോ അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന 8 സൂക്ഷ്മമായ ലക്ഷണങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. അപ്പോ ആ രഹസ്യം കണ്ടെത്താൻ റെഡിയല്ലേ? സത്യം പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ സ്ലൈഡിൽ കാണുന്ന പോലെയാണ്. ഒരിരുട്ടുമുറിയിലിരുന്ന് ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഒറ്റയടിക്ക് നമുക്ക് ആ കഥ മുഴുവൻ മനസ്സിലാവില്ല. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഓരോ ലക്ഷണങ്ങളും ആ ടോർച്ചിൽ നിന്നുള്ള ഓരോ വെളിച്ചമാണ്. പുസ്തകത്തിലെ മറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന വെളിച്ചം. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. വെറുമൊരു ലക്ഷണം പറഞ്ഞു തുടങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഉടൻ തന്നെ പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൂത്രത്തിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സൈൻ. അപ്പോ ഇതിന് നമുക്ക് ശ്രദ്ധ മാറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് വിളിക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ അവരുമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭാഷണത്തിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറ്റുന്ന പോലെ അഭിനയിക്കുക. ചിലപ്പോൾ ഫോണിലൊന്ന് നോക്കാം, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന വേറൊരാളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാം. എന്നിട്ട് അവരുടെ റിയാക്ഷൻ നോക്കണം. അവർ സംസാരം നിർത്തി അങ്ങ് പോകുന്നുണ്ടോ അതോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? നോക്കിക്കോ, നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആ സംഭാഷണം അങ്ങനെ അങ്ങ് മുറിഞ്ഞു പോകാൻ അവർ സമ്മതിക്കില്ല, ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്ക് കടക്കാം. ഒരു ക്രഷ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ശക്തമായ ഒരു മാനസിക ലക്ഷണമാണിത്. ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും വലിയ സൂചന. അവർ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണോ നിങ്ങളോടും പെരുമാറുന്നതെന്ന് ശ്രദ്ധിക്കുക. അല്ല എന്നാണെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർ കൂടുതൽ സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും സംസാരിക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാം. പെട്ടെന്ന് നിശബ്ദരാവുകയും ഒരു ചെറിയ പരിഭ്രമം കാണിക്കുകയും ഒക്കെ ചെയ്യാം. ഈ സ്വഭാവത്തിലുള്ള മാറ്റം വരുന്നത് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നതിലുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്. അത് ഇഷ്ടത്തിന്റെ വളരെ വ്യക്തമായ ഒരു ലക്ഷണം തന്നെയാണ്. സംസാരത്തിൽ മാത്രമല്ല, നമ്മുടെ ശരീരഭാഷയിലും ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവർ പോലും അറിയാതെ നമുക്ക് തരുന്ന അടുത്ത 3 സൂചനകളാണ്. മൂന്നാമത്തെ ലക്ഷണം, സാമീപ്യം. അവരെപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനുണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കും. ഒരു സംഭാഷണവുമില്ലാത്തപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർക്ക് അത്രയും പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ്. നാലാമത്തെ ലക്ഷണം അവരുടെ നോട്ടമാണ്. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങളവരെ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് കണ്ണെടുക്കുന്നുണ്ടോ? അതേസമയം നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ 2 കാര്യങ്ങളും ഒരുപോലെ ഇഷ്ടത്തിന്റെ ലക്ഷണമാണ്. ഇഷ്ടം തുറന്നു പറയാനുള്ള ആഗ്രഹവും അതേസമയം നിരസിക്കപ്പെടുമോ എന്നുള്ള പേടിയും തമ്മിലുള്ള ഒരു വടംവലിയാണ് അവരുടെ നോട്ടത്തിൽ കാണുന്നത്. അഞ്ചാമത്തെ ലക്ഷണം അവരുടെ പുഞ്ചിരിയാണ്. നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രത്യേകതരം പുഞ്ചിരി വിടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പുഞ്ചിരി പോലെയല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ നാണത്തോടെയുള്ള ചിരിയായിരിക്കാം, അല്ലെങ്കിൽ കണ്ണുകളൊക്കെ തിളങ്ങുന്ന രീതിയിലുള്ള വലിയൊരു ചിരിയായിരിക്കാം. എന്തായാലും ആ പുഞ്ചിരി നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒന്നാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇത്രയും കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ ആർക്കും സംഭവിക്കാവുന്ന സാധാരണ കാര്യങ്ങളല്ലേന്ന്. എന്നാൽ ഒന്ന് നിൽക്കൂ, നമ്മൾ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി കേൾക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറും. നമുക്കിനി സംഭാഷണങ്ങളിലെ സൂചനകളിലേക്ക് കടക്കാം. അതെ, കാര്യങ്ങൾ വെറും നോട്ടത്തിലും പുഞ്ചിരിയിലും ഒതുങ്ങുന്നില്ല. അവർ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലും ചില സൂചനകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത 2 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആറാമത്തെ ലക്ഷണം ഇതാണ്. പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാറുണ്ടോ? അതായത്, ഒരു കാരണവുമില്ലാതെ നിങ്ങളുമായി ഒരു സംഭാഷണം തുടങ്ങാൻ അവർ എപ്പോഴും മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്ന് മാത്രമാണ്: അവർ നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി 7ാമത്തെ ലക്ഷണം, അഭിനന്ദനങ്ങൾ. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അവർ വലുതായി പുകഴ്ത്താറുണ്ടോ? നിങ്ങളുടെ ഡ്രസ്സിനെക്കുറിച്ചോ ചിരിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയ തമാശയെക്കുറിച്ചോ അവർ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം അവരുടെ കണ്ണിൽ നിങ്ങളൊരു അത്ഭുതമാണ്. അപ്പൊ നമ്മള് 7 ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞു.
ഇനി കാര്യങ്ങൾ കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും ശക്തമായ അവസാനത്തെ ലക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം. എട്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം ഇതാണ്. അവർ നിങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ? അതായത്, നിങ്ങൾ വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി അവരുടെ മറ്റു പ്ലാനുകൾ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നുണ്ടോ? ഒരാളുടെ ജീവിതത്തിൽ ഒരു മുൻഗണനയാവുക എന്നത് ചെറിയ കാര്യമല്ല. ഇത് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളതെന്നാണ്. അപ്പോ നമ്മൾ ആ 8 ലക്ഷണങ്ങളും കണ്ടുകഴിഞ്ഞു. ഓർക്കുക, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം കാണുന്നത് ചിലപ്പോൾ യാദൃശ്ചികമാകാം. പക്ഷേ ഇവയിൽ പലതും ഒരുമിച്ച് ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു രഹസ്യ ക്രഷിന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോ ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾ നിങ്ങളുടെ ക്രഷിൽ കണ്ടിട്ടുണ്ട്? അതോ ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ ഈ സൂചനകളൊക്കെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാവോ? എന്തായാലും ഒന്നാലോചിച്ചു നോക്കുന്നത് രസമായിരിക്കുമല്ലേ?